നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത US നടപടിയെ ബ്രിട്ടീഷ് സായുധ സേന പിന്തുണച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മുമ്പ് ബെല്ലാവൺ എന്നറിയപ്പെട്ടിരുന്ന ടാങ്കറായ മരിനീര ഐസ്ലാൻഡിനും സ്കോട്ട്ലാൻഡിനും ഇടയിലുള്ള കടൽ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് US കോസ്റ്റ് ഗാർഡ് തടഞ്ഞത്. US UKയോട് സഹായം അഭ്യർത്ഥിച്ചതായും RAF നിരീക്ഷണ വിമാനങ്ങളും റോയൽ നേവി സപ്പോർട്ട് കപ്പലായ RFA ടൈഡ് ഫോഴ്സും ഓപ്പറേഷനിൽ പങ്കെടുത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നടപടിയെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. സമുദ്രത്തിൽ ദുഷ്പ്രവർത്തികൾ വർദ്ധിക്കുമ്പോൾ UK നോക്കി നിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില ഭാഗങ്ങളിൽ ഗൊരെറ്റി കൊടുങ്കാറ്റ് ഇന്ന് വീശിയടിക്കുന്നതിനാൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. കനത്ത മഞ്ഞുവീഴ്ച കാരണം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുകയും സ്കൂൾ അടച്ചിടുകയും ചെയ്തതിന്റെ ഇടയിലാണ് ഗൊരെറ്റി കൊടുങ്കാറ്റ് വരുന്നത്. ഇത് 15 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പിലൂടെ പറയുന്നത്. മിഡ്ലാൻഡ്സിലൂടെയും നാഷണൽ ഹൈവേസ് ആംബർ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ റോഡുകളിൽ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നലെ റീഡിംഗിൽ ഒരു സ്കൂൾ ബസും മറ്റൊരു ബസും കൂട്ടിയിടിച്ച് 9 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. മഞ്ഞുവീഴ്ചയും മഞ്ഞുമൂടിയ അവസ്ഥയും യൂറോപ്പിലുടനീളം വ്യാപകമായ യാത്രാക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ പാരീസിലെയും ആംസ്റ്റർഡാമിലെയും വിമാനത്താവളങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങി. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് മെറ്റ് ഓഫീസ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആഴ്ച യൂറോപ്പിലുടനീളം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കുറഞ്ഞത് 6 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പുതുവത്സര ദിനത്തിൽ ജയിൽ ചാടിയ 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. സൌത്ത് ഗ്ലോസ്റ്റർഷെയറിലെ തുറന്ന ജയിലിൽ നിന്നാണ് 3 തടവുകാർ രക്ഷപ്പെട്ടത്. അതിൽ ഒരാളെ ശനിയാഴ്ച ബ്രിസ്റ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പേരിൽ ഒരാൾ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയായിരുന്നു. ഇവരെ കണ്ടാൽ ഉടൻ 999 വിവരം അറിയിക്കണമെന്നും പൊതുജനങ്ങൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളാണ് ഇവരെ ബാർബക്ഷെയറിലെ ഹാൻഡ്ലി ആൽഡൻ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടത്. തുടർന്ന് പോലീസ് എത്തി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ടിലുടനീളമുള്ള GCSE വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി മൊബൈൽ ഫോണിലൂടെ പരീക്ഷാഫലങ്ങൾ ലഭിക്കും. എഡ്യൂക്കേഷൻ റെക്കോർഡ് ആപ്പ് വഴിയാണ് ഇത് സാധ്യമാകുക. കഴിഞ്ഞ വേനൽക്കാലത്ത് മാഞ്ചസ്റ്ററിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലും ഉൾപ്പെടെ 95,000 വിദ്യാർത്ഥികളുമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പാക്കിയിരുന്നു. തുടക്കത്തിൽ ഈ ആപ്പ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലങ്ങൾ ഡൌൺലോഡ് ചെയ്യുവാനും പിന്നീട് ജോലി അപേക്ഷകൾക്കും തുടർ പഠനത്തിനുമായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ റെക്കോർഡായി സൂക്ഷിക്കുവാനും അനുവദിക്കും. എന്നാൽ ഫലദിനത്തിൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തണമെന്ന് ഹെഡ് ടീച്ചർമാർ ആവശ്യപ്പെട്ടു. ഫലങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശവും പിന്തുണയും ലഭിക്കാൻ ഇത് ആവശ്യമാണ് എന്നാണ് അവരുടെ വിശദീകരണം. ഫലദിനത്തിൽ രാവിലെ 8 മണിക്ക് സ്കൂളുകളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ തുടർന്നും ലഭ്യമാകും. എന്നാൽ പുതിയ ആപ്പിൽ ഫലങ്ങൾ രാവിലെ 11 മണിയോടെ മാത്രമേ അപ്ഡേറ്റ് ചെയ്യൂ. മൗണ്ട്ചാരോ വെഗോവി പോലെയുള്ള വണ്ണക്കുറവ് ഇഞ്ചക്ഷനുകൾ നിർത്തിയാൽ സാധാരണ ഡയറ്റും വ്യായാമവും നിർത്തുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 4 ഇരട്ടി വേഗത്തിൽ ഭാരം തിരിച്ചെത്തുന്നുവെന്ന് പുതിയ പഠനം സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് അമിതവണ്ണമുള്ളവർക്ക് ഈ ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരഭാരത്തിന്റെ ഏകദേശം 20% വരെ കുറയുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചികിത്സ നിർത്തിയതിനു ശേഷം ശരാശരി ഒരു മാസം 0.8 കിലോഗ്രാം വീതം ഭാരം വീണ്ടും കൂടുന്നുവെന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ ചികിത്സയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഭാരത്തിലേക്ക് ആളുകൾ തിരിച്ചെത്താമെന്നും പറയുന്നു. ചികിത്സ അവസാനിപ്പിക്കുമ്പോൾ വേഗത്തിൽ വണ്ണം തിരിച്ചെത്തുവാനുള്ള അപകട സാധ്യതയെക്കുറിച്ച് ഉപയോക്താക്കൾ ബോധവാന്മാരായിരിക്കണമെന്ന് പഠനത്തിലെ പ്രധാന ഗവേഷകയായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ സൂസൻ ചെപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകൾ മെഡിക്കൽ ട്രയലുകളിലെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും യഥാർത്ഥ ജീവിതത്തിൽ ദീർഘകാല ഫലങ്ങൾ മനസ്സിലാക്കുവാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും അവർ പറയുന്നുണ്ട്. ആഷസ് 5ാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് വിജയം. ഇതോടെ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 4 മത്സരവും ഓസ്ട്രേലിയ വിജയിച്ചു. MCGയിൽ നടന്ന 4ാം മത്സരത്തിൽ മാത്രമാണ് ഇംഗ്ലണ്ടിനെ വിജയിക്കുവാൻ സാധിച്ചത്. അവസാന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ഓസീസ് വിജയിച്ചത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 160 പിന്തുടർന്ന ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. 37 റൺസ് നേടിയ മാഗ്നസ് ലബുഷെയ്നാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിനായി ജോഷ് ടം 3 വിക്കറ്റ് നേടി.
സണ്ടർലാൻഡ് മലയാളി അസോസിയേഷന് പുതിയ നേതൃത്വം. ഐക്യകണ്ഠേനയാണ് പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തത്. വിനോദ് ജി നായർ പ്രസിഡന്റായും ബിജു ചന്ദ്രബോസ് സെക്രട്ടറിയായും ബൈജു ഫ്രാൻസിസ് ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. 20 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് സമിതിയെയും തെരഞ്ഞെടുത്തു. നവീന പദ്ധതികളിലൂടെ അംഗങ്ങളുടെ കൂടുതൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും സമൂഹത്തിനുള്ളിലെ നിലവിലുള്ള എല്ലാ ആശങ്കകളും തുറന്ന മനസ്സോടെ പരിഹരിക്കുമെന്നും സുതാര്യവും പ്രതികരണശേഷിയുള്ളതുമായ നേതൃത്വമാണ് തങ്ങളുടെ മുഖമുദ്രയെന്നും അവർ വ്യക്തമാക്കി. യുകെയിലേക്ക് പ്രവേശനം നേടുന്നതിനായി വ്യാജ വിവാഹമോചന രേഖകൾ തയ്യാറാക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പേർക്കെതിരെ കേസ്. റിസ്വാൻ മേധ, തസ്ലിമ ബാനു, സാജിദ് കോത്തിയ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭറൂച്ച് ജില്ലയിലെ പലേജ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് സ്വദേശികളാണ് പ്രതികൾ. ഭറൂച്ച് ജില്ലയിലെ വലൻ ഗ്രാമവാസിയും നിലവിൽ യുകെയിൽ താമസിക്കുന്നതുമായ റിസ്വാൻ മേധ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തന്റെ സുഹൃത്തായ മിൻഹാസ് യാക്കൂബ് ഉഗ്രാദറിന് നൽകിയ അധികാരപത്രവുമായി ജില്ലാ പോലീസിനെ സമീപിച്ചതിനെ തുടർന്നാണ് അനധികൃത കുടിയേറ്റത്തിന്റെ ഗൂഢാലോചന പുറത്തുവന്നതെന്നും പലേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആനന്ദ് ചൌധരി അറിയിച്ചു. മന്ത്രവാദവും ആഭിചാര പ്രവർത്തനങ്ങളും തടയുവാൻ പ്രത്യേക സെൽ രൂപീകരിക്കുന്നത് സർക്കാർ പരിഗണനയിൽ എടുക്കണമെന്ന് ഹൈക്കോടതി. കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. വിധി പറയുവാൻ ജഡ്ജി അർഹയല്ലെന്ന ഉൾപ്പെടെയുള്ള പരാമർശങ്ങളാണ് നിയമോപദേശത്തിലുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ വിചാരണ കോടതി ജഡ്ജി സംശയനിഴലിലാണ്. അതിനാൽ ജഡ്ജിക്ക് വിധി പറയുവാൻ അവകാശമില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ദിലീപിനെ വെറുതെ വിടുവാൻ എഴുതിയ വിധിയെന്നും വിമർശനമുണ്ട്. ഗൌരവമേറിയ നിരവധി തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നൽകിയത്. എല്ലാ പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും നിയമോപദേശത്തിലുണ്ട്. ഹരിപ്പാട് 6 മാസമായ കുഞ്ഞ് ആനയ്ക്കരികിൽ വീണ സംഭവത്തിൽ താൽക്കാലിക പാപ്പാനും പിടിയിൽ. 2ാം പ്രതിയും കുട്ടിയുടെ പിതാവുമായ അഭിലാഷാണ് പിടിയിലായത്. കേസിൽ 1ാം പ്രതി ജിജിൻ രാജിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയുടെ കാൽക്കൽ 6 മാസം പ്രായമുള്ള കുട്ടി വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.